ഇന്ന് ഞാൻ GI സിസ്റ്റത്തിനകത്തെ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആണ്. ഇത് GI സിസ്റ്റമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനകത്ത് ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്ന് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. ലാർജ് ഇൻഡസ്ട്രൈൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഫംഗ്ഷൻ വാട്ടർ അബ്സോർഷനും വൈറ്റമിൻ കെയുടെ അബ്സോർഷനുമാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഡയേറിയ വരും, വൈറ്റമിൻ കെയുടെ അബ്സോർഷനും തടസ്സം ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയറിൻ്റെ റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റ്, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റും പിന്നെ ലെഫ്റ്റ് ലോവറും. ഇവിടെ റൈറ്റ് ലോവർ ക്വാഡ്രൻറ്റിലാണ് ഇലിയം, സീക്കം, അപ്പൻഡിക്സ് എപ്പോഴും വരുന്നത്. ഇപ്പോൾ അപ്പൻഡിക്സ് അറിയാമല്ലോ എല്ലാവർക്കും. റൈറ്റ് ലോവർ ക്വാഡ്രൻറ്റിലാണ്. ഇലിയോ അവിടെ തന്നെയാണ്, സീക്കോ അവിടെ തന്നെയാണ്. അതങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം, എന്നാലും മുന്നോട്ടുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇത് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ വൻകുടൽ ലാർജ് ഇൻഡസ്ട്രൈനാണ്. അപ്പോൾ റൈറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു റൈറ്റ് ലോവർ ക്വാഡ്രൻറ്റിൽ ഇലിയം, സീക്കം, അപ്പൻഡിക്സ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇലിയോസ്റ്റോമി. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അസെൻഡിങ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം, ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഈ ഒരു പാർട്ടാണ് അസെൻഡിങ് കോളൻ. ഇതിങ്ങനെ ട്രാൻസ്ഫേഴ്സ് ആയിട്ടല്ലേ, അപ്പം ഇത് ട്രാൻസ്ഫേഴ്സ് കോളൻ, ഇത് ഡിസെൻഡിങ് കോളൻ, പിന്നെ ഇവിടെ വരുന്നത് സിഗ്മോയിഡ് കോളനുമാണ്. ഈ അസെൻഡിങ് കോളനിൽ ഈ ലോവർ ക്വാഡ്രന്റ് ഇലിയോസ്റ്റോമി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മഷി ആയിരിക്കും, ഭയങ്കര വെള്ളം. ആ മഷി എന്ന് പറയുന്ന ആ സ്റ്റൂളിൻ്റെ ഒരു ഫോമാണ് ലിക്വിഡ് വെള്ളം. ഇവിടെ ഇലിയോസ്റ്റോമിയിൽ അപ്പം ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റൂളാണ് വരുന്നത്. ട്രാൻസ്ഫേഴ്സിലാണ് വരുന്നതെങ്കിൽ സെമി സോളിഡ് ആയിരിക്കും വരുന്നത്. സെമി സോളിഡ് കുറച്ചും കൂടി കട്ടിയാകും, കാരണം ഇവിടെ വാട്ടർ അബ്സോർഷൻ നടക്കുന്നത് ലാർജ് ഇൻഡസ്ട്രിയിലാണെന്ന് പറഞ്ഞു. പോകെ അബ്സോർബ് ചെയ്ത് അതിലെ കണ്ടന്റ് എല്ലാം എടുക്കുമ്പോൾ ആ സ്റ്റൂളിൻ്റെ നേച്ചറിനും വ്യത്യാസം വരുന്നതാണ്. അപ്പം ഇവിടെ വരുന്നത് ലിക്വിഡ് മഷിയാണ് ഇവിടെ വരുന്നത് സെമി സോളിഡ് ആണ്. പിന്നെ ഇത് ഡിസെൻഡിങ് കോളൻ ആണ്. ഡിസെൻഡിങ് കോളനിൽ സെമി സോളിഡ് ടു സോളിഡ് ആയിരിക്കും ഇവിടെ വരുന്നത്. ലാസ്റ്റ് സിഗ്മോയിഡ് വരുമ്പോഴത്തേക്കിനും സ്റ്റൂൾ എങ്ങനെയാവും? ഹാർഡാവും. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ടും വരുന്ന കാര്യമാണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും ഹാർഡ് സ്റ്റൂളാണ് സിഗ്മോയിഡ് കോളനി വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നോർമൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നോർമൽ സ്റ്റോമയുടെ കളർ എപ്പോഴും റെഡും പിങ്കും ആയിരിക്കും. പെയിൽ പിങ്ക് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അനീമിയ. അല്ലെങ്കിൽ ബ്ലാക്കോ ബ്രൗണോ ആണെങ്കിൽ നെക്രോസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ സ്റ്റോമയുടെ സൈറ്റ് അത് തെറ്റിപ്പോവരുത്, സൈറ്റിൻ്റെ കാര്യമാണ് ചുറ്റും. സ്റ്റോമയുടെ സൈറ്റ് റെഡ് ആണെങ്കിൽ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അലർജീനെയാണ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന് നമുക്കൊരു സ്റ്റോമ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പെക്റ്റിൻ എന്ന് പറയും, പെക്റ്റിൻ ബേസ്ഡ് ആണ് ആ പൗഡർ. അത് അലർജിക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടോപ്പിക്കലായിട്ടുള്ള സ്റ്റിറോയിഡ് ക്രീമും ഓറൽ സ്റ്റിറോയിഡും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിഹിസ്റ്റമിൻ ചിലപ്പോൾ ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. അത് ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി, ഇച്ചിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. പിന്നെ സ്റ്റോമയുടെ പുറത്ത് വൈറ്റ് പാച്ച്, അതിങ്ങനെ വൈറ്റ് പൊട്ടു പോലെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാൻഡിഡിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ സ്റ്റോമ ഇറിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലീൻ ചെയ്യുന്നത്, ഇറിഗേഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂക്ക് വാം വാട്ടർ വെച്ചാണ് സ്റ്റോമ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇനി ഒന്നിച്ച് നമ്മൾ തലയിൽ കയറ്റിയത് ഇപ്പോൾ ഓർമ്മയിരിക്കുകയല്ല. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ഏതാണോ കൂടുതലായിട്ടും വരുന്നത് അത് മാത്രം എടുത്ത് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തീർന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ വീണ്ടും വേറെ ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്